ആചാര്യ TV ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന ജ്യോതിഷ വിഷയം ഭാഗ്യസൂക്ത മന്ത്രം ചൊല്ലിയാലുള്ള ഗുണമാണ്. അതായത് ഈ മന്ത്രം ചൊല്ലിയാൽ ആഗ്രഹങ്ങൾ നിറവേറും. ഈ മന്ത്രങ്ങൾ ചൊല്ലിയാൽ ആഗ്രഹങ്ങൾ നിറവേറും. അപ്പൊ എന്ത് ആഗ്രഹമാണെങ്കിലും അത് നിറവേറാൻ വേണ്ടി നമുക്ക് ചില മന്ത്രങ്ങൾ ചൊല്ലാം. ആ മന്ത്രങ്ങൾക്കൊക്കെ ഫലപ്രാപ്തിയുണ്ട്. അത് ചൊല്ലേണ്ട വിധത്തിൽ ചൊല്ലിയാൽ ഫലപ്രാപ്തി കിട്ടും. എന്താണ് ആ മന്ത്രം? ഞാനിവിടെ നിങ്ങൾക്ക് നിർദ്ദേശിക്കാൻ പോകുന്ന ഒരു മന്ത്രം നിങ്ങൾക്ക് രക്ഷപ്പെടാൻ, അതായത് നിങ്ങൾക്ക് ആഗ്രഹം സഫലീകരിക്കാൻ, നിങ്ങളുടെ ഇഷ്ടകാര്യങ്ങൾ നടക്കാൻ എല്ലാനും ഈ മന്ത്രം നിങ്ങളൊന്ന് ചൊല്ലി നോക്കൂ. അതിനുള്ള ഫലം ഉണ്ടാവും. സൂക്തങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതാണ് ഭാഗ്യസൂക്തം. അതായത് ഭാഗ്യസൂക്ത മന്ത്രം സൂക്തങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതാണ്. ഇത് പ്രഭാതത്തിൽ വേണം ഈ മന്ത്രം ജപിക്കേണ്ടത്. രാവിലെ പ്രഭാതത്തിലാണ് ഈ മന്ത്രം ജപിക്കേണ്ടത്. ഭാഗ്യസൂക്ത മന്ത്രാർച്ചന വിഷ്ണുവിനെ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ്. ഭാഗ്യസൂക്ത മന്ത്രാർച്ചന മഹാവിഷ്ണുവിന് നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് ഭാഗ്യസൂക്ത മന്ത്രാർച്ചന. അത് നിങ്ങൾ ചെയ്താൽ വളരെ ഗുണകരമാണ്. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും. നിങ്ങൾക്ക് ഭാഗ്യസൂക്ത അർച്ചന നടത്തിയാൽ, വിഷ്ണുവിന് ഭാഗ്യസൂക്ത അർച്ചന നടത്തിയാൽ, അല്ലെങ്കിൽ ഭാഗ്യസൂക്ത മന്ത്രം ചൊല്ലിയാൽ നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും, ഐശ്വര്യം വർദ്ധിക്കും, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. കാരണം വിഷ്ണു വേഴഗ്രഹത്തിൻ്റെ നാഥനാണ്. വേഴഗ്രഹം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക കാര്യങ്ങളിൽ ഉന്നതി ഉണ്ടാക്കുന്ന ഗ്രഹമാണ്. ആ ഗ്രഹത്തിൻ്റെ നാഥനാണ് വിഷ്ണു ഭഗവാൻ. അപ്പൊ വിഷ്ണു ഭഗവാൻ നമുക്ക് സമ്പത്ത് ഉണ്ടാക്കി തരാൻ ഏറ്റവും വളരെ നല്ല ഒരു ദേവനാണ്. അതുകൂടാതെ സന്താനകാരകനും കൂടിയാണ് വേഴം. വേഴം സന്താനകാരകനാണ്. സന്താന ഗുണം ഉണ്ടാവും. വിഷ്ണു സഹസ്രാർച്ചന നടത്തിയാൽ സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങൾ ഉണ്ടാകാനും അതുവഴി നടക്കും. അതായത് അത് കൃത്യമായി നമ്മൾ ചൊല്ലണം. അല്ലെങ്കിൽ കൃത്യമായി ക്ഷേത്രങ്ങളിൽ പോയി ഈ മന്ത്രം ചൊല്ലി അവിടെ അർച്ചന നടത്തണം. അതായത് ഈ വിഷ്ണു സഹസ്രാർച്ചന നടത്തിയാൽ അവിടെ സർവൈശ്വര്യങ്ങളും സന്താന ഗുണങ്ങളും ഭാഗ്യാനുഭവങ്ങളും നിങ്ങൾക്ക് വർദ്ധിച്ചു വരും എന്ന് നമ്മൾക്ക് കാണാം. സന്താനങ്ങൾ ഉണ്ടാകാനാണ്. അതുപോലെ തന്നെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറിക്കിട്ടും. ഈ മന്ത്രം ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറും, കുടുംബത്തിലെ ദോഷങ്ങൾ മാറും, കുടുംബത്തിലെ സമാധാനമുണ്ടാകും. ധനപരമായ ബുദ്ധിമുട്ടുകൾ നിങ്ങളെ അകറ്റുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറി ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകാനും ഈ ഭാഗ്യസൂക്ത മന്ത്രം ചൊല്ലിയാൽ കിട്ടാവുന്നതാണ്. തൊഴിൽ തടസ്സങ്ങൾ മാറും, ഈശ്വര വിശ്വാസം വർദ്ധിക്കും. തൊഴിൽ തടസ്സങ്ങൾ മാറും, ഈശ്വര വിശ്വാസം വർദ്ധിക്കും. അതേപോലെ തന്നെ മറ്റ് നമ്മളുടെ മനസ്സിൻ്റെ പ്രയാസങ്ങളെല്ലാം മാറി സന്തോഷവാനാകാനായിട്ടും ഈ മന്ത്രം നല്ലതാണ്. കുറച്ച് വലിപ്പം കൂടിയ ഒരു ശ്ലോകമാണ് ഈ മന്ത്രം. അതായത് ഭാഗ്യസൂക്ത മന്ത്രം എന്ന് പറഞ്ഞാൽ ഇത്തിരി കുറച്ച് വലിപ്പം കൂടിയ മന്ത്രമാണ്. അപ്പൊ അതിവിടെ നമുക്ക് ചൊല്ലുന്നതിന് ഇത്തിരി സമയപരിധിയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾക്കത് ഇവിടെ ചൊല്ലാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇത്രയും നീട്ടിയ ഒരു മന്ത്രങ്ങൾ ചൊല്ലാനത്. അപ്പൊ അതുകൊണ്ട് ആ മന്ത്രം നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. ഭാഗ്യസൂക്ത മന്ത്രങ്ങൾ അടങ്ങിയ പുസ്തകം വാങ്ങാൻ കിട്ടും. എല്ലാ സൂക്തങ്ങളും, ദേവീ സൂക്തങ്ങള്, അതേപോലെ തന്നെ ദേവന്റെ സൂക്തങ്ങള്, ഭഗവാന്റെ സൂക്തങ്ങള്, അങ്ങനെയുള്ള ഭാഗ്യസൂക്തം, പുരുഷ സൂക്തം, ഇങ്ങനെയുള്ള സൂക്തങ്ങൾ അടങ്ങിയ പുസ്തകങ്ങൾ നിങ്ങൾക്ക് പുസ്തകശാലയിൽ വാങ്ങാൻ കിട്ടും. തീർച്ചയായിട്ടും ആ ഭാഗ്യസൂക്ത മന്ത്രങ്ങൾ അടങ്ങിയ പുസ്തകം വാങ്ങി ഭാഗ്യസൂക്ത മന്ത്രം ചൊല്ലി നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് ഫലം ഉണ്ടാവും. അതേപോലെ തന്നെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഭാഗ്യസൂക്ത പുഷ്പാർച്ചന, വിഷ്ണു സഹസ്രാർച്ചന, ഭാഗ്യസൂക്താർച്ചന ഇതെല്ലാം നടത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഫലം കിട്ടും. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.
ഹിന്ദു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അടിസ്ഥാനമാക്കിയുള്ള കൂടുതൽ വീഡിയോകൾ കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.